ഹലോ ഗായ്സ്, ഫണ്ട 2.0 പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഗായ്സ്, കുറേ ദിവസമായി വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ്. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒലയെ പറ്റിയുള്ള റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ കൂട്ടുകാരൻ ഒലെ S1X Gen 3 വേരിയൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ വണ്ടി കാണിച്ചു തരാം. ഗായ്സ്, ഇതാണ് വണ്ടി. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ ചിന്തുവിൻ്റെ വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ഹംദാന് എന്തുവാണ് രണ്ട് മാസം മുമ്പ് ഒല എടുത്തതായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എടുത്തതാണ് ഈ വണ്ടി. ഹംദാൻ്റെ വണ്ടിയെ പറ്റി റിവ്യൂ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. ഇന്ന് നോക്കിയപ്പോൾ ഹംദാ വീട്ടിലില്ല. അങ്ങനെ വിചാരിച്ച് കൂട്ടുകാരൻ്റെ വണ്ടിയുടെ റിവ്യൂ ഇടാമെന്ന്. അപ്പോൾ ഒലയെ പറ്റി ഒരു റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലേ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ആദ്യം തന്നെ പറയാനുള്ളത് ഒലയെ കുറേ നെഗറ്റീവ് റിവ്യൂസൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ. എന്തുവാണ് സംഭവം, സർവീസ് മോശം, മറ്റേത് മോശം എന്നും പറഞ്ഞുകൊണ്ട് നമുക്കെന്ന് പറയുമ്പം ഈ വണ്ടി മീൻസ് കൂടുതൽ ഞാനും കൂടെ ഇൻവോൾവ് ചെയ്ത് എടുത്തുള്ളതുകൊണ്ട് അപ്പോൾ ഇതിനെ മീൻസ് നമ്മൾ രണ്ടുപേരും കൂടെയാണ് പോയി എടുത്തത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് കുറേ പ്രാവശ്യം നടന്നു. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഹംദാൻ്റെ കൂടെ എടുത്തപ്പം ഹംദാൻ്റെ വണ്ടി എത്ര ഒരു മാസമല്ലേ, ഒരു മാസം 20 ദിവസമാണ് കമ്പനി പറയുന്നത്. 20 ദിവസം നമ്മൾ ബുക്ക് ചെയ്താൽ വണ്ടി കിട്ടുന്ന സമയം അവർ പറയുന്ന. പക്ഷേ ഹംദാൻ്റെ വണ്ടി കിട്ടി, ഇവൻ്റെ വണ്ടി ഷോറൂമിൽ വന്ന്. പക്ഷേ ഇവൻ്റെ വണ്ടി വന്നപ്പം ബാറ്ററി ഡിസ്ചാർജ് ആവണം അല്ലേ, ബാറ്ററി ഡിസ്ചാർജ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ വീണ്ടും അവിടെ ഇരുന്ന് ഹംദാൻ്റെ വണ്ടി കിട്ടി. അപ്പോൾ ഓട്ടിച്ചു തുടങ്ങി. ഏകദേശം 2000 കിലോമീറ്റർ ഹംദ ഓട്ടിച്ചതിന് ശേഷമാണ് ഇവൻ്റെ വണ്ടി ഒരു 2 മാസം കഴിഞ്ഞു. ഒരു കാര്യം പറയാനുള്ളത്, വണ്ടിയൊക്കെ ഓക്കെയാണ് അല്ലേ? നല്ല വണ്ടിയാണ്, നല്ല പെർഫോമൻസ് ആണെങ്കിലും കയറ്റത്തിലാണെങ്കിലും നമ്മൾ സുഖമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. വേറെ കുഴപ്പമൊന്നുമില്ല. സർവീസിന്റെ മാത്രം പ്രശ്നം. കാരണം ഒരു 2-2.5 മാസം എടുത്ത് നമുക്ക് വണ്ടി കിട്ടാനായിട്ട്. മീൻസ് ബാറ്ററി മാറി വരാനായിട്ട്. ബാറ്ററി വണ്ടിയിലെ ബാറ്ററി മാറി വന്നിട്ടും ആ ബാറ്ററി വീണ്ടും കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ വീണ്ടും ആ ബാറ്ററി വീണ്ടും അവരയച്ച് പിന്നെ വീണ്ടും കിട്ടിയതാണ്. കുറച്ച് പാടുപെട്ട് കിട്ടാനായിട്ട്. എന്നാലും എന്ത് ചെയ്യാൻ, സർവീസിനെ പറ്റിയാണ് മോശം തന്നെയാണ്. അത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. മേളിൽ നിന്ന് എന്താണോ റിപ്പോർട്ട് വരുന്നത് അതനുസരിച്ച് ഇവർ ചെയ്യുന്നത്. കാരണം ഇത് ഒരൊറ്റ നെറ്റ്വർക്ക് ആയതുകൊണ്ട് എല്ലാം മുകളിലത്തെ ഒരാൾ ഒലയിൽ ആ പുള്ളിക്കാരൻ തീരുമാനിച്ചാൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഈ റിവ്യൂസ് ഒക്കെ പറയണത് വണ്ടിയൊക്കെ കൊള്ളാം, വണ്ടി ഓക്കെയാണ്, വണ്ടി ഒരു പ്രശ്നമില്ല. പക്ഷേ സർവീസ് നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ കുറച്ച് പാടാണ്. കിട്ടും, പക്ഷേ താമസം എടുക്കും. 3-4 മാസം വണ്ടി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഓരോരുത്തരും അവിടെ ഓരോ ഷോറൂമിലും കുറേ വണ്ടികൾ വന്നിരിപ്പുണ്ട് സർവീസും കാര്യങ്ങളും. പക്ഷേ ഇതുവരെയ്ക്കും അവർ ശരിയായി കൊടുത്തിട്ടില്ല. ഗായ്സ്, അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് S1X ഒലേ S1X Gen 3 വേരിയന്റ് ആണ്. ഹംദാന്റെ ഇരിക്കുന്നത് X1X Pro ആണ്. X1X Pro Gen അതും 3 തന്നെ വേരിയന്റ്. അപ്പോൾ അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറെ വ്യത്യാസങ്ങൾ ഇതൊരു നോർമൽ സ്കൂട്ടർ എന്ന രീതിയിൽ യൂസ് ചെയ്യാം. മറ്റേന്ന് പറയുമ്പോഴത്തേക്കും വരുന്നത് വലിയൊരു ഡിസ്പ്ലേ ആണ്, ടച്ച് ഡിസ്പ്ലേ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് നാവിഗേഷൻ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇതൊരു നോർമൽ നമ്മുടെ ഒരു നോർമൽ ബൈക്കൊക്കെ യൂസ് ചെയ്യുന്ന സ്കൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കീ സ്റ്റാർട്ട് ആണ്. മറ്റേതിൽ കീ സ്റ്റാർട്ട് അല്ല വരുന്നത്, അതിൽ നമുക്ക് പാറ്റേൺ ലോക്ക് ആണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ കീ സ്റ്റാർട്ട്, നോർമൽ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്ന കാര്യങ്ങൾ, മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ടൈം, പിന്നെ എത്ര % ചാർജ്, പിന്നെ എത്ര റേഞ്ച് ഓടും എന്നുള്ളതാണ്. കിലോമീറ്ററിന്റെ ഇതിലാണ് മെയിനായിട്ട് കാണിക്കുന്നത്. പിന്നെ സ്വിച്ചിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മോഡാണ്. നമുക്കിപ്പം ഇതില് 3 മോഡേ ഉള്ളൂ. എക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്. ഇപ്പം മറ്റേ പ്രോയിൽ ആ വേരിയന്റിലാണെങ്കിൽ ഹൈപ്പർ മോഡ് എന്ന് പറയുന്ന ഒരു മോഡും കൂടെ ഉണ്ട്. ഹൈപ്പർ മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് കൂടെ ഉണ്ട്. പിന്നെ ഈ വണ്ടിക്ക് സ്പോർട്സിന്റെ ആവശ്യമുള്ളൂ, അതിന്റെ നോർമൽ ആവശ്യമുള്ളൂ. പിന്നെ വരുന്നത് റിവേഴ്സ് ആണ്. റിവേഴ്സിന് നമുക്കൊരു ഇതുണ്ട്, പിന്നെ ക്രൂയിസ് കൺട്രോൾ ആണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഹോണ്, പിന്നെ ഇൻഡിക്കേഷൻ ലൈറ്റ്, പിന്നെ നമ്മുടെ ലൈറ്റ് ബ്രൈറ്റ്. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഇതിന്റെ ബൂട്ട് സ്പേസ് ആണ്. ഇതിൽ നമ്മുടെ നോർമൽ സ്കൂട്ടറിനെ അപേക്ഷിച്ച് അതിനെക്കാട്ടും നല്ലൊരു, കാരണം ബാറ്ററി ഫ്രണ്ടിലാണ് വരുന്നത്, വേറെ ഒരു ഭാഗങ്ങളും നമുക്ക് വരുന്നില്ല, എഞ്ചിൻ ഭാഗങ്ങളൊന്നുമില്ല. അപ്പം വലിയൊരു ബൂട്ട് സ്പേസ് ആണ് നമുക്കിതിൽ വരുന്നത്. നമുക്കൊരു 2 ഹെൽമെറ്റ് വയ്ക്കാൻ കണക്കിനുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അവർ കമ്പനി തന്നെ 2 ഹെൽമെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് ആണ്. ഹെഡ്ലൈറ്റ് ഇവിടെ ഒരു ബാർ ഇങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ അത് കത്തത്തില്ല. 2 ലൈറ്റാണ് കത്തുന്നത്. ഇപ്പൊ ഇത് ഇല്ല, ബാർ കത്തത്തില്ല.
ഇത് എന്താണ് ഡിമ്മാണ്, ബ്രൈറ്റ് വരുമ്പോഴത്തേക്ക് ഈ ലൈറ്റും കൂടെ കത്തുന്നതായിരിക്കും. അത്യാവശ്യം നല്ല ഒരു വിസിബിലിറ്റി കിട്ടുന്ന ലൈറ്റാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വണ്ടി രണ്ടാമത് ബാറ്ററി ശരിയാക്കി വന്നപ്പോഴേക്കും പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ഓൺ ആക്കുമ്പോൾ ക്യാൻസർ നമ്മൾ ക്യാനർ എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ നമ്മൾ വണ്ടി എടുത്ത സമയത്ത് ഷോറൂമിൽ നിന്ന് ഇറക്കിയ സമയത്ത് ഉണ്ടായിരുന്നു. അത് കമ്പനിയുടെ സ്റ്റാഫുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഓൺ ആക്കുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അതായത് റിവേഴ്സും ക്രൂസ് കൺട്രോളും ഒത്ത് പ്രസ് ചെയ്യുമ്പോൾ റീസ്റ്റാർട്ട് ആവുമെന്നാണ് പറഞ്ഞത്. കാരണം പുതിയ ബാറ്ററി ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും വന്നൊരു ഇഷ്യൂ ആണ്, അത് മാറിക്കോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഒരു 2-3 ദിവസം 4 പ്രാവശ്യം ചെയ്തു വണ്ടി ഒരു ഓഫ് ചെയ്ത് വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും എടുക്കുമ്പോഴും ഈ ഒരു ക്യാനർ കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു ദിവസം ചാർജ് ചെയ്തിരുന്നപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നു. ആ ഒരു അപ്ഡേറ്റിലാണ് രാത്രി ഒരു അപ്ഡേറ്റ് വന്നു. ആ ഒരു അപ്ഡേറ്റിലാണ് നമുക്കിത് ക്ലിയർ ആയി കിട്ടിയത്. അതിനുശേഷം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വേറൊരു പ്രശ്നം, ഇവ ഓടിക്കൊണ്ടിരുന്നപ്പോ സംഭവം ഈ ഒരു ഇവിടെ എന്താ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ രാത്രിയാണ് പോയത്, അപ്പോൾ എന്താണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ വണ്ടി നിർത്തി ഞാൻ ഫോണിലെ ഫ്ലാഷ് അടിച്ച് നോക്കിയ സമയത്ത് ഇവിടെ നിന്ന് വണ്ടി കുറച്ച് ഈ ഒരു ജോയിന്റ് വരുന്നിടത്ത് നിന്ന് ഒരു ഇത് വിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ഷോറൂമിലെ പുള്ളിയെ വിളിച്ച് സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററി ഊരിയ സമയത്ത് ഇത് ഫുൾ അഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പം കമ്പനിയാണ് മിഷൻ രീതിയിലാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് അതിനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ അവർ മാനുവലി കൈ കൊണ്ടാണ് രണ്ടാമത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഫിറ്റ് ചെയ്ത സമയത്തുണ്ടായ ഇഷ്യൂ ആയിരിക്കാം എന്നാണ് അവർ പറയുന്നത്. സംഭവം അതുപോലെ തന്നെ. അതായത് രണ്ടാമത് ബാറ്ററി അവർ വെച്ചപ്പം, അതായത് കമ്പനിയിൽ നിന്ന് ഫിറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം കിട്ടില്ല, മെഷീൻ ഫിറ്റിംഗ് കിട്ടില്ല. അതായത് ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. വെള്ളമൊന്നും ഇറങ്ങത്തില്ല എന്നാണ് പറയുന്നത്. എന്നാലും ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നോർമലി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ചാർജിങ് പോർഷൻ ഇതാണ്, ഇവിടെയാണ് ചാർജ് ചെയ്യാനുള്ള. ഇതൊക്കെ രണ്ടാമത് വാങ്ങിച്ചതാണ്. ഇതൊന്നും കമ്പനിയിൽ നിന്ന് കിട്ടുന്നതല്ല, നമ്മൾ അഡീഷണൽ വാങ്ങി വെക്കുന്നതാണ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി. കാരണം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് വെള്ളം ഇറങ്ങി എന്നാലും നോർമലി മഴയത്ത് എന്തെങ്കിലും വയ്ക്കുമ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ചാർജിങ് ഒരു 6-7 മണിക്കൂർ ഫുൾ ചാർജ് ആവാൻ ഒരു 6 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയത് ചാർജറിന്റെ കാര്യം, ചാർജർ കിട്ടിയത് നല്ല ഒരു ചാർജർ ആയിരുന്നു ആദ്യം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചാർജർ ആയിരുന്നു. ഹംദാന് കിട്ടിയ നല്ല ചാർജർ ആയിരുന്നു. പക്ഷെ അത് ഇവർ ഇടയ്ക്ക് വെച്ചിട്ട് ഇവരുടെ ഒരു ബൈക്ക് ഇറങ്ങിയ സമയത്ത്, ഏതാണ് ബൈക്കിന്റെ പേരുണ്ടായിരുന്നു, റോഡ്സ്റ്റർ ഇറങ്ങിയ സമയത്ത് അതിന് അവർ ഇൻസൈഡിലാണ് ചാർജർ കൊടുക്കുന്നത്. അതിന്റെ ഒരു പ്ലഗ് പോയിന്റ് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് ചാർജറാണ് ഒരു പിന്നെയുള്ള എല്ലാ ഓല വണ്ടികൾക്കും എടുത്തത്. വളരെ ക്വാളിറ്റി കുറഞ്ഞ രീതിയിലുള്ളൊരു ചാർജറാണ്. വയറിനൊന്നും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത എന്തോ ടൈപ്പ് ഒരു ചാർജറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് വെച്ച സമയത്ത് 1-2 ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ചാർജർ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്ന ഒരു പ്രശ്നം. ഇത് എനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈ കാര്യങ്ങൾ എനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്ത് പ്രശ്നം നടന്നാലും വണ്ടിക്ക് എന്ത് കംപ്ലൈന്റ് വന്നാലും ആദ്യം ചിന്തു എന്നെയാണ് വിളിച്ച് പറയുന്നത്. എൻ്റെ അടുത്ത് ചോദിക്കും എന്തിന് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ നേരെ ആരെ വിളിക്കും, പോലെയല്ല അവന്മാരെ വിളിക്കും. അവന്മാർ പിന്നെ യൂട്യൂബിൽ കയറി എന്തെങ്കിലും നോക്കും, അപ്പോൾ എന്തെങ്കിലും കണ്ടുപിടിക്കും. അപ്പം അതിനുള്ള പ്രതിവിധിയും കിട്ടും. അങ്ങനെയാണ് കൂടുതലായിട്ട് അവനറിയാവുന്നത്. കാരണം ഞാനിതിൽ എടുക്കാൻ പോയ സമയത്ത് ഇവനാണ് കൂടെ വന്നത്. ഇവനാണ് കൂടുതൽ ഇതിനെപ്പറ്റി ഡീൽ ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, അവന്മാരായിട്ട് ഇപ്പൊ ഉടക്കി അവസാനം വണ്ടി കിട്ടാതെ ഇപ്പൊ ഉടക്കിയപ്പം ആദ്യത്തെ കയ്യിലാണെങ്കിൽ പുള്ളിക്കാരെ EMI കിട്ടാണ് വണ്ടി എടുത്തത്, ലോണൊക്കെടുത്താണ് ഈ വണ്ടി എടുത്തത്. അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് വണ്ടി കിട്ടാതെ വരുമ്പം, കാരണം ആദ്യത്തെ EMI വണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് EMI അടച്ചതിന് ശേഷവും അതും കഴിഞ്ഞ് ഏകദേശം 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് വണ്ടി കിട്ടുന്നത്. അപ്പോഴത്തേക്കുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെ വിളിക്കാത്തത്. ഇവനാണ് വിളിച്ച് സംസാരിച്ചത്, ഡീൽ ചെയ്തത് മൊത്തം. വണ്ടി കൈ കിട്ടിയപ്പം 2 മാസമായി. എന്നാലും വേറെ കുഴപ്പമില്ല, കിട്ടിയല്ലോ, അത് തന്നെ പുണ്യം. നമുക്ക് പിന്നെ ഇവിടെ 2 പോർഷൻ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വയ്ക്കുകയാണ്. ഇതേപോലത്തെ എന്തെങ്കിലും നമുക്ക് ചെറിയ ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വയ്ക്കാൻ പറ്റും. S1 Proയിൽ വരുമ്പോഴത്തേക്ക് അവിടെയാണ് ഈ സ്പീക്കേഴ്സ് വരുന്നത്, ഇവിടെയാണ്. അപ്പൊ അവിടെ കുറച്ചുകൂടെ സ്പേസ് അവർ കുറച്ചിട്ട് പക്ഷേ വയ്ക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ സ്പേസ് ഉള്ളതാണ്, നമുക്ക് കുറച്ചുകൂടി സാധനം വയ്ക്കാൻ പറ്റും അതിനെ കാട്ടി. ഇത് കുറച്ചുകൂടെ വീതിയുണ്ട്. ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അത്യാവശ്യം ഫോണൊക്കെ നമുക്ക് അതിൻ്റെ അത് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പോകാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഇത് വരുന്നുണ്ട്, ഇത് തൂക്കിയിടാൻ കണക്കിനുള്ള ഒരു സാധനം വരുന്നുണ്ട്. പിന്നെ അതാ ഇവര്
നമ്മൾ ജെൻ 1 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആ സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു ബമ്പ് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ടുണ്ടായിരുന്നു ജെൻ 1-ന്. ഇപ്പൊ ജെൻ 2-നും ജെൻ 3-ക്കും ആ ഒരു ബമ്പ് ഇല്ല. നല്ല കാര്യം, സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോകാനായാലും വേറെ പ്രശ്നങ്ങളൊന്നും. പിന്നെ സൈഡ് സ്റ്റാൻഡ്, പിന്നെ കമ്പനിയിൽ നിന്ന് സാരി കാണുന്നു. ഫുഡ് റെസ്റ്റ് അല്ലേ, ഫുഡ് റെസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. വേറെ അഡീഷണൽ ആണ് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. സാരി കാർഡ് കോസ്റ്റ് നല്ലൊരു കോസ്റ്റ് വരുന്നുണ്ട്, നല്ല കോസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളത് പറ്റി ചിന്തിച്ചില്ല. ഇപ്പോഴത്തെ ഈ വണ്ടി എന്ന് പറയുന്നത് ചെയിൻ ടൈപ്പ് ആണ്. നേരത്തെ ബെൽറ്റ് അല്ലേ, ബെൽറ്റ് ടൈപ്പ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇത് കിട്ടാതെ വന്നപ്പം കമ്പനിയിൽ നിന്ന് തന്നെ അവരൊരു വണ്ടി, വേറൊരു വണ്ടി തൽക്കാലത്തേക്ക് ഓടിക്കാൻ വേണ്ടി ഒരു X1X Gen 1 അതൊരു ഫുൾ ചാർജിൽ ഒരു 70-86 2 kW വണ്ടിയായിരുന്നു. അപ്പൊ എനിക്ക് നോർമൽ യൂസിന് അതൊരു, കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ, കാരണം അതിന്റെ നോർമലില് ഒരു 60 കിലോമീറ്റർ സംതിങ് റേഞ്ച് പറയുന്നത്. അപ്പൊ ഒറ്റ ചാർജിൽ എനിക്ക് വേണമെങ്കിൽ ഒന്ന് ഒരു 20 കിലോമീറ്റർ ഒക്കെ പോയിട്ട് തിരിച്ചു വരാം എന്നുള്ള ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നടക്കത്തില്ലായിരുന്നു. പിന്നെ രണ്ടാമത് കമ്പനിയിൽ പോയി സംസാരിച്ചിട്ട് അവരെനിക്കൊരു X1 Pro Gen 2 വേരിയന്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കിലോമീറ്റർ ഉള്ള വണ്ടിയായിരുന്നു. പക്ഷേ നമുക്ക് അത് വെച്ച് നോക്കുകയാണെങ്കിൽ, അതുമായിട്ട് താരതമ്യം ചെയ്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ Gen 2, അതായത് S1 Pro Gen 2-നെക്കാട്ടിയും പവറുള്ള വണ്ടിയാണ്. കാരണം ചെയിന് ഏതാണ് ബെൽറ്റിൽ നിന്ന് ചെയിനിലോട്ട് വരുമ്പോഴത്തേക്കും പവറിൽ നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എക്കോയിലൊക്കെ എനിക്ക് നമ്മൾ മീൻസ് എപ്പോഴും ഓടിച്ചില്ല. എക്കോയിലൊക്കെ നമ്മൾ ക്രൂസ് കൺട്രോൾ അല്ലേ 30 അല്ലേ 30 അങ്ങനെ ഓടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. എന്നാലും 30 നമ്മൾ ജസ്റ്റ് നോക്കി 30-35 എക്കോയിൽ നമ്മൾ ജസ്റ്റ് രണ്ടുപേര് വെച്ച് ക്രൂസ് കൺട്രോൾ വെച്ച് കയറി നോക്കി സുഖമായിട്ട് കയറിപ്പോ. പക്ഷേ മറ്റേ S1 Pro Gen 2-ലൊന്നും അങ്ങനെ കയറില്ല. മീൻസ് എക്കോയിൽ ഒരു പതിയെ തേരിയെ കയറണം. പക്ഷേ ഈ വണ്ടിയിലും അതേപോലെ തന്നെ, ഈ വണ്ടിയിലും പക്കായിട്ട് തേരിയൊക്കെ നല്ലപോലെ കയറുന്നുണ്ട്. അത്യാവശ്യം നോർമലിൽ തന്നെ രണ്ടുപേരെയൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് കയറിപ്പോ. അത്യാവശ്യം വലിയ തേരി ആണെങ്കിലും കയറിപ്പോ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വേറെ നിലവിലൊരു 700 സംതിങ് ഓടിയിട്ടുണ്ട്, 741 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത്രയും ഓടിയ സ്ഥിതിക്ക് ഇത് തന്നെ ആയിരുന്നു. വേറെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു. അതായത് ഓടിക്കൊണ്ടിരുന്നപ്പോ ഫ്രണ്ടിലായി പോയി, അങ്ങനത്തെ ചെറിയ, അത് വലിയ പ്രശ്നമല്ല. അല്ലാതെ വേറെ ബാറ്ററി ചേഞ്ച് ചെയ്ത സമയത്ത് അവര് പ്രോപ്പർ ഫിക്സിങ് അല്ലാത്തതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. വണ്ടി ഓടിക്കുന്ന സമയത്ത് അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആകെയുള്ള ചെയിന്റെ ശബ്ദം ചിലവർക്ക് അത് പിടിക്കൂല. മീൻസ് നമുക്ക് ഏതാണ് ബെൽറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ശബ്ദവും കേൾക്കത്തില്ല, നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകാം. പക്ഷേ ചെയിനിലോട്ട് വരുമ്പോഴത്തേക്കും ചെയിനിന്റെ ഒരു ചെറിയ ശബ്ദം നമുക്ക് ഫീൽ ചെയ്യുന്നു. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു കണക്കിന് ചെയിൻ, കാരണം നമ്മൾ ഈ ഇലക്ട്രിക്കൽ വണ്ടി ആകുമ്പോൾ ഒട്ടും ശബ്ദം ഇല്ലാതായിട്ട് പോകും. അപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും ആർക്കും മനസ്സിലാവത്തില്ല. ആൾക്കാർ പെട്ടെന്ന്, നമ്മളും സാധാ വണ്ടി ഓടിച്ച് ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഹോൺ അടിക്കണമെന്ന് ശ്രദ്ധിക്കത്തില്ല, നമ്മൾ അങ്ങ് പോകും. അത്യാവശ്യത്തിന് മാത്രമേ ഹോൺ അടിക്കാറുള്ളൂ. അപ്പോൾ ഇതിൽ വരുമ്പോൾ കുറച്ചുകൂടെ ശബ്ദം കേൾക്കും, ആൾക്കാർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും വണ്ടി വരുന്നുണ്ട് എന്നുള്ളൊരു ധാരണ. അപ്പോൾ അത് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. വണ്ടിയുടെ ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ അല്ലേ, നല്ലൊരു വണ്ടിയോ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നമ്മൾ എടുത്തേക്കുന്നത് മാറ്റ് ബ്ലാക്ക് ആണ്. മാറ്റ് ബ്ലാക്ക് തന്നെ, ഇത് മാറ്റ് ബ്ലാക്ക് അല്ല, ഗ്ലോസി അല്ല, മാറ്റ് ബ്ലാക്ക് ആണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ വണ്ടികൾക്ക് മാറ്റ് ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ആണ് പറഞ്ഞത്. പ്രോയ്ക്കാണ് മാറ്റ് ബ്ലാക്ക്, പ്രോയ്ക്കാണ് പ്രോയ്ക്ക് ഗ്ലോസി ബ്ലാക്ക് ആക്കിയല്ലേ മാറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ സാധനം. മാറ്റ് ബ്ലാക്കിൽ എന്നാണ് പറയുന്നത്. കാണാനൊക്കെ നല്ല ലുക്കാണ്, അത്യാവശ്യം നല്ല ലുക്കാണ്. പിന്നെ നമ്മൾ S1 Pro വേരിയന്റ് നമ്മൾ യൂസ് ചെയ്യുമ്പം ഇതിലിപ്പം ഇതൊന്ന് താന്നാണ് ഇരിക്കുന്ന, ഇത് നമ്മൾ മീൻസ് ഇങ്ങനെ പിടിക്കണം. പക്ഷേ S1 Pro വേരിയന്റിലാണെങ്കിൽ ഇത് കുറച്ച് പൊക്കമുണ്ട്, നമുക്ക് ഇങ്ങനെ മീൻസ് ഒരു രീതിയിൽ പവർക്ക് വെച്ച് നോക്കുമ്പം ഇതും ഓക്കെയാണ്, അതും ഓക്കെയാണ്, എല്ലാം പക്കയാണ്. പൈസക്ക് സർവീസും കൂടെ ഒന്ന് സെറ്റ് ആക്കിയാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്കയാണ്. സർവീസ് മാത്രമാണ് ഒരു പ്രശ്നം. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടിയുടെ റിവ്യൂ. എല്ലാ യൂട്യൂബേഴ്സും തന്നെയല്ലേ ഒരുപാട് പേര് ഇതിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ നെഗറ്റീവ് ആണ് നമ്മളും അതേപോലെ നിങ്ങൾ ചോദിച്ചപ്പം ഇതേപോലെ പോസിറ്റീവ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇട്ടെന്നേ ഉള്ളൂ ഈ റിവ്യൂ. ഇനിയിപ്പോൾ ഹംദാന്റെ വീഡിയോ നമ്മൾ എടുക്കണം, റിവ്യൂ മീൻസ് കാണിക്കണം. ഇത് റിവ്യൂ അല്ല, എല്ലാം നമ്മൾ പറഞ്ഞു പോയി. റിവ്യൂ എന്ന് പറയാൻ പറ്റൂല, നമ്മളിതിപ്പോ ഓടിച്ചിട്ട് എത്ര കിലോമീറ്റർ ആയിട്ടുള്ളൂ, ഇനി അറിയാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളൂ. ഹംദാന്റെ വണ്ടിയും അത്യാവശ്യം 3000 അടുപ്പിച്ച് ആവാറായിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടെ പറയാൻ കാണും. ഹംദാനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വേറൊരു ദിവസം വരാം, വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, റിവ്യൂ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ആകെ പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഒലേക്കാരോടാണ്. അതായത് വണ്ടിയൊക്കെ ഓക്കെയാണ്, നിങ്ങൾ സർവീസും കൂടി പക്ക ആക്കിയാൽ വണ്ടി സെറ്റാണ്. എല്ലാ വണ്ടി നമ്മളിപ്പോൾ ഇറങ്ങണം ഏതാണ് ഇപ്പോൾ ഉള്ള ഇലക്ട്രിക്കൽ വണ്ടികളെ നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സും ഓക്കെയാണ്. പക്ഷേ സർവീസും കൂടെ പക്ക ആക്കുകയാണെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ് ഒലെ.
അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓല റിവ്യൂ ഇതോടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.